എല്ലാവർക്കും നമസ്കാരം. അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇന്നൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ച്. നമ്മുടെ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഒരു കേക്ക് ഉണ്ടാക്കണം, പ്ലം കേക്ക് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഒരുപാട് കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പരാജയപ്പെട്ട വ്യക്തിയാണ്. കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം അതിനായിട്ട് പ്ലം കേക്ക് ഉണ്ട് കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നി. വീഡിയോസൊക്കെ ഒരുപാട് കണ്ടപ്പോൾ എളുപ്പമാണെന്ന് തോന്നിയ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ A4 സൈസിൻ്റെ 2 പേപ്പറിനകത്തോട്ട് ഓയിലൊക്കെ മുക്കി അത് ഉണക്കാനായിട്ടൊക്കെ മാറ്റി. അപ്പോൾ ഓയിൽ പേപ്പർ ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ചെറി ഉണ്ടായിരുന്നു, കശുവണ്ടി ഉണ്ടായിരുന്നു, മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, ടൂട്ടി ഫ്രൂട്ടിയുടെ റെഡ് കളർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ശകലം മൈദയായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയെല്ലാം വെച്ച്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങയുടെ തൊലി ശകലം ചീയിട്ട് അകത്തോട്ടുള്ള ഭാഗം മൊത്തം എടുത്തില്ല, ചെറിയ ആ പുറമേ ഉള്ള തൊലി ശകലം അതൊരിടുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്ന് ഒരു വീഡിയോയിൽ കണ്ട് അതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ പ്രത്യേക അളവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് പകുതി ഗ്ലാസ്സോളം പഞ്ചസാര എടുത്തു അത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന ഒട്ടും ഇല്ലാത്തൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2-3 ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു കറുവപ്പട്ടയുടെ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം, പിന്നെ 2 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഏലക്ക ഇതോടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് പൊടിയായിട്ട് പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ച് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ ഷുഗറിൻ്റെ ഒരു സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. നമുക്കതൊന്ന് ഉരുക്കിയെടുക്കണം. ആ ഉരുക്ക് പരുവത്തിലുള്ളത് അതിനായിട്ട് ചീനിച്ചിട്ട് എടുത്ത് അടുപ്പ് വെച്ചു. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഇത് നമ്മളൊരു 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി, ഒരുപാട് മധുരം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് ഉരുകി വരും പഞ്ചസാര. അപ്പോൾ ഈ ഒരു കളർ വരും. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിനൊക്കെ ഈ കളറാണല്ലോ. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിനും ആ ഒരു കരിവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതിന് ശേഷം നമ്മൾ തന്നെ എടുക്കണം, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാറി നിന്ന് വേണം ചൂടുവെള്ളം ഒഴിച്ചെടുക്കാൻ. പെട്ടെന്ന് ഇത് തെറിച്ച് വരും, അപ്പോൾ നമ്മുടെ മേത്തോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാറി നിന്ന് വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ വേറെ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഓറഞ്ച്. ഒരു ചെറിയ ഓറഞ്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ കുരു ഒന്നും എടുക്കരുത്. കുരു എടുത്താൽ കയ്പ്പ് അനുഭവപ്പെടും. അപ്പോൾ കുരു മാറ്റിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഈ ഒരു പരുവത്തിലൊന്ന് എടുക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം അതും ഓറഞ്ചിൻ്റെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മുന്തിരി വേണേൽ അതും ചേർക്കാം കേട്ടോ. അപ്പം പിന്നെ മൈദയാണ് എടുക്കുന്നത്. അപ്പം ഞാനിതൊരു 150 ഗ്രാം മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ബേക്കിംഗ് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബേക്കിംഗ് പൗഡറും വെച്ച് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു അരിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സമയം എടുത്തു കേട്ടോ അതുകൊണ്ട് അരിക്കാനായിട്ട്. അപ്പം കുഴപ്പമില്ല, നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് മെനക്കെടാൻ തയ്യാറായിരുന്നു. അപ്പം കുറേ നേരം എടുത്ത് ഞാനിത് അരിച്ചെടുത്ത് ഈ ഒരു പരുവത്തിൽ. എന്നിട്ട് വീണ്ടും മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് നമ്മൾ 2 മുട്ട, ഇത് നമ്മുടെ നാടൻ കോഴിമുട്ടയാണ്, 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ വാനില എസൻസ് ഇതൊരു 1/4 ടീസ്പൂൺ, നമുക്ക് ആ ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ. അതുകൂടെ ചേർത്ത് പിന്നെ നമ്മൾ ഒരു ശക്കല ഉപ്പ്, നമ്മുടെ ഈ ഒരു ഷുഗറൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ശക്കല ഉപ്പോടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ. എന്നിട്ട് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ണയൊന്നും ഇല്ലായിരുന്നു കയ്യിൽ, അപ്പോൾ നെയ്യ് ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിലൊക്കെ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങളിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്നത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേ ഈ മുട്ടയെല്ലാം കൂടെ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പഞ്ചസാരയെല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടില്ലേ, പഞ്ചസാര ഏലക്കായും കറുവപ്പട്ടയൊക്കെ ഇട്ട് പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിനകത്തോട്ട് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് മൊത്തം കൂടി ഇട്ട് കൊടുക്കില്ല, ആദ്യം കുറച്ചിട്ട് ഇളക്കുക. അതിനുശേഷം ബാക്കി പിന്നെ അത് നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് അതോടെ ചേർത്ത് കൊടുക്കുക. ഓറഞ്ച് ഇല്ലെങ്കിൽ മുന്തിരിയും കൂടെ ചേർത്താൽ മതി. മുന്തിരി ജ്യൂസ് ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഓറഞ്ച് ഉള്ളതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട്, നമ്മുടെ കയ്യിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് സ്പൂണിൽ തന്നെയാണ് ഇങ്ങനെ അടിച്ചെടുത്തത്. അപ്പം അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മൈദ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മൈദ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. ആദ്യം കുറച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം അടുത്തിടാവുള്ളേ. മൊത്തം എല്ലാം കൂടെ ഒന്നിച്ചിടുവാണെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പം പയ്യെ ഇളക്കിയത് ഈ ഒരു പരുവം ആയി കിട്ടും കേട്ടോ. ഇത് നമുക്കൊരു 1/4 കിലോയുടെ ഒരു കേക്ക് ആ ഒരു പരുവത്തിലേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം പരീക്ഷണമായതുകൊണ്ട് അത്ര എടുത്തോളൂ. അപ്പം നമ്മൾ പഞ്ചസാരയുടെ അത് റെഡിയാക്കി വെച്ചിട്ടില്ലേ, ഉരുക്കി വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം കൂടി ഇട്ട് കൊടുക്കൽ, കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇളക്കുക. അതിനുശേഷം ബാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ ഈ ഒരു ലൈനിയാണ് നമുക്ക് ആ ഒരു കളർ കിട്ടുന്നത്, ഉരുക്കിയെടുക്കുന്നത്. അപ്പം കേക്കിൻ്റെ കളറായില്ലേ, പ്ലം കേക്കിൻ്റെ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിനകത്ത് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താണെന്ന് പറയാം. നമ്മൾ ഈ ടൂട്ടി ഫ്രൂട്ടി, കശുവണ്ടി, മുന്തിരിങ്ങ അതെല്ലാം കൂടെ
അരച്ചെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അന്നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു നല്ല കട്ടിക്ക് ഇതിൻ്റെ ഒരു മിശ്രിതം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് നല്ല കുറുകിയ ഒരു പരുവത്തിൽ നമുക്ക് ഈ കേക്കിൻ്റെ മിശ്രിതം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് സോഡാപ്പൊടി, ഈ ഒരു സ്പൂണിന് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വിനാഗിരി ശക്കലം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ക്യാമറയും കൂടെ ഞാൻ പിടിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചെറിയ ഒഴിക്കുന്ന കാണിക്കാത്തത്. അപ്പം ഇത് പതഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സംഭവം ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്കിത് പൊങ്ങി വരാൻ വേണ്ടിയാണ് കേക്ക് നമ്മളിതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ സൈഡിലും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി മൊത്തം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു കുക്കർ, ഇതൊരു വലിയൊരു കുക്കറുണ്ടായിരുന്നു വീട്ടിൽ, അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിനകത്തോട്ട് നമ്മൾ ഈ ഒരു റിങ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ 2 എണ്ണം അതിന് അകത്തോടെ വേണ്ടി വേറൊരെണ്ണം കൂടെ വെച്ച്, അങ്ങനെയാണ് വെച്ചത്. ചെറിയ വലിപ്പത്തിലുള്ളത് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രം വെക്കുമ്പം പാത്രമകത്ത് തീ അമങ്ങിയിരിക്കുമ്പം ആ പാത്രത്തിൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചത്. ഈ ഒരു പാത്രമാണ് എടുക്കുന്നത്. ഇതൊരു നമുക്ക് 1/4 കിലോ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വലുപ്പത്തിലുള്ള പാത്രമാണ്. നമ്മളത് ഓയിൽ പേപ്പർ നമ്മൾ റെഡിയാക്കി വെച്ചത് ഇങ്ങനെ ഈ ഒരു പരുവത്തിലെല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ കേക്കിൻ്റെ ആ മിശ്രിതം റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഞാനത് മൊത്തം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സൈഡെല്ലാം ആ പാത്രത്തിൻ്റെ ഒന്ന് കൊട്ടി കൊടുക്കണം. അപ്പം സൈഡെല്ലാം ഒന്ന് കൊട്ടി കൊടുത്താൽ മാത്രം അപ്പോൾ എല്ലാ സൈഡിലോട്ടും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കട്ട കണക്ക് അങ്ങനെയൊക്കെ കിടക്കും. അപ്പം എല്ലാ സൈഡും ഒരു കണക്ക് ലെവലായി കിട്ടാൻ വേണ്ടിയാണത്. അപ്പം ഞാനൊരു സ്പൂണിൻ്റെ അടുത്തുമ്പോൾ ഭാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാ സൈഡിലോട്ടും കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പം നമ്മുടെ കേക്കിൻ്റെ മിശ്രിതം എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിനകത്തോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ റിങ്ങിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണേ. നമ്മൾ നേരെ ഇതെടുത്ത് കുക്കറിലോട്ട് വെക്കുകയാണെങ്കിൽ അടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് കണക്കത്തൊരു റിങ്ങ് വെക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ 2 റിങ്ങ് വെക്കേണ്ടി വന്നു, ഒരെണ്ണം വലിപ്പമുള്ളതായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു പരുവത്തിൽ വെച്ചിട്ടൊന്ന് മൂടി അടച്ച് വെക്കുന്നുണ്ടേ. അപ്പം നമ്മുടെ കേക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം വെക്കണം കേട്ടോ, ചെറിയ ലോ ഫ്ലെയിമിൽ. അപ്പം കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഒന്ന് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നോക്കാമേ. അപ്പം കേക്കെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കേക്ക് പ്ലം കേക്കിൻ്റെ ആ ഒരു ഷേപ്പിലും കാര്യത്തിലും ഒക്കെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഈ ഓയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഞാൻ കാണിച്ചു തരാം കേക്കിൻ്റെ ഒരു പരുവം. അപ്പം ഞാൻ ആ സൈഡിലത്തെ ഓയിൽ പേപ്പറെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പുറകു വശം ഞാൻ കാണിച്ചു തരാം. നമ്മൾ അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സെറ്റായിട്ടുള്ള 1/4 കിലോയുടെ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഇത് വിജയകരമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കണ്ടോ, താഴ്വശമൊക്കെ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, അടിയൊന്നും കരിഞ്ഞിട്ടില്ല, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണുകയും ചെയ്യണേ. അപ്പം ഞാൻ എൻ്റെ കേക്ക് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കിലോയുടെ കേക്കാണ്. ഒരു പരീക്ഷണം നടത്തിയാണ്. ഞാൻ ഒരുപാട് തവണ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് അതിൻ്റെ അളവിനും കാര്യത്തിനും ഒക്കെ ഒരുപാട് ക്രീം കേക്കും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാം വളരെ മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെനിക്ക് ആരും അതിനുള്ളൊരു പ്രോത്സാഹനം തന്നിട്ടില്ല കേട്ടോ. എൻ്റെ ഭർത്താവും കുഞ്ഞും അമ്മയും അനിയത്തിയൊക്കെ ഇതിനെതിരാണ്. അപ്പോൾ എൻ്റെ കേക്ക് ആകെ ടേസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു അണ്ണനുണ്ട്, സതീഷ് അണ്ണൻ എന്ന് പറഞ്ഞ്. അണ്ണനാണ് ഞാൻ ഏത് ചാളിൽ കേക്ക് ഉണ്ടാക്കിയാലും അണ്ണൻ കൊണ്ടുപോകും കേട്ടോ, കഴിച്ചോളും. അപ്പോൾ ഞാൻ പണ്ട് ലെയർ കേക്ക് ഉണ്ടാക്കി ഒരു പ്രാവശ്യം, കഴിഞ്ഞ വർഷം കേക്ക് ഉണ്ടാക്കിയിട്ട് ഈ 3 ലെയറുണ്ട്, അതേ ക്രീമൊക്കെ വെച്ചിട്ട് റെഡിയാക്കി കൊണ്ടുപോയത്. അപ്പോൾ ഫ്രിഡ്ജ് വെക്കാനായിട്ട്, കടയിലാണല്ലോ ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി 2 ലെയർ മറിഞ്ഞ് താഴെ വീണ്. പിന്നെ അതൊക്കെ വെച്ച പാടെ എനിക്ക് അറിയത്തുള്ളൂ. അപ്പം പിന്നെ ഞാൻ അതിന് ശേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും എന്നെ കളിയാക്കും. ഞാൻ ഉണ്ടാക്കിയ കേക്ക് കൊണ്ട് ഞങ്ങളുടെ കുഴി സൈഡിലൊരു ചെറിയ തോടുണ്ട്, ആ തോട് നികത്തിയത് ഞാനുണ്ടാക്കി കേക്ക് കൊണ്ടാണെന്ന് എല്ലാവരും എന്നെ പറഞ്ഞ് കളിയാക്കും. ആ കളിയാക്കിയവർക്കുള്ള മറുപടിയാണ് എൻ്റെ കേക്ക്. അവരെല്ലാം കൊണ്ട് കഴിപ്പിക്കണം. അപ്പം എൻ്റെ ഈ കേക്ക് സക്സസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറെ കേക്കുമായിട്ട് വീണ്ടും വരും. അപ്പം നമ്മുടെ കേക്കെല്ലാം റെഡിയാക്കിയത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് മുറിക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ എങ്ങനെയുണ്ടെന്ന് രുചിയും കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഒരു ദിവസം വെച്ചതിന് ശേഷം എടുക്കുവാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ ആൾക്ക് അത് എങ്ങനെയുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു ആകാംക്ഷയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മുറിച്ച് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ സതീശണ്ണൻ, ഞാൻ എന്ത് കേക്ക് ഉണ്ടാക്കിയാലും മേടിച്ച് കഴിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അണ്ണൻ വന്ന അണ്ണന് തന്നെ ആദ്യത്തെ കൊടുത്ത്, പിന്നെ ചേട്ടനുണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും കണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ പ്ലം കേക്ക് എല്ലാവരും ഒന്ന് റെഡിയാക്കി ട്രൈ ചെയ്ത് നോക്കുക.